ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് കാണാൻ പോണത് സ്റ്റിക്കർ മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം കേട്ടോ. സിസേഴ്സ് വേണം, ഒരു പെന്ന് വേണം, പിന്നെ ഇൻസുലേഷൻ ടേപ്പ് വേണം, കുറച്ച് കളർ പെൻസിൽസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ് പേപ്പർ വേണം കേട്ടോ. ആദ്യം ഗൂഗിളിൽ പോയിട്ട് പിൻട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. പിൻട്രസ്റ്റിൽ പോയിട്ട് ക്യൂട്ട് കളർഫുൾ സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്റ്റിക്കേഴ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും എടുക്കുക. അതിന് താഴെ 3 ഡോട്ട് കണ്ടോ, അതിൽ നെക്കി ഡൗൺലോഡ് ഇമേജ് എന്നുണ്ടായിരിക്കും. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യണ ഓരോ ഇമേജും ഗാലറിയിൽ വന്ന് കിടക്കും കേട്ടോ. ഞാൻ ഈ ചാനലിൽ മുന്നേ ടവൽ കൊണ്ട് ടോയിൻ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ കരുതി സ്റ്റിക്കർ മേക്കിങ്ങും ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാന്ന്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജിൻ്റെ മേളിൽ A4 ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജോ എന്താണെന്ന് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. ട്രേസ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രീൻ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കൊളാവും. അതുകൊണ്ട് നോക്കിയൊക്കെ ട്രേസ് ചെയ്യാം. റൂമിൽ ലൈറ്റ് ഡിമ്മാക്കി വെക്കുക. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അതും പെൻസിൽ നല്ല പോലെ ഉറപ്പിച്ച് വെച്ച് വരയ്ക്കരുത് കേട്ടോ. നല്ല ജെൻറ്റിലായിട്ട് വരയ്ക്കണം. അങ്ങനെ എല്ലാം വരച്ചെടുത്ത ശേഷം ഒരു പെന്ന് വെച്ചിട്ട് ഔട്ടർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് പെനാണ് കേട്ടോ. ബ്ലാക്ക് പെന വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വരയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ച ആ ഒരു ലൈനിൽ കൂടെ തന്നെ വരയ്ക്കാനായിട്ട് നോക്കാം. പേന വെച്ച് എല്ലാം വരച്ച് കഴിഞ്ഞ ശേഷം ഒരു ഇറേസർ വെച്ചിട്ട് ആ പെൻസിലുകൊണ്ട് വരച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് മാച്ച് കളയാം കേട്ടോ. എന്നാലും നല്ല നീറ്റായിട്ട് ഇരിക്കുള്ളൂ. കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർ കളർ പെൻസിലുകളാണ് കേട്ടോ. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിലെ കളർ പോലെ തന്നെ എക്സാക്റ്റ് നമുക്ക് കളർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. ഒരുവിധമൊക്കെ നമുക്ക് സെറ്റായിട്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ സ്കെച്ച് യൂസ് ചെയ്യേണ്ട. സ്കെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പരക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്രയോൺസോ വാട്ടർ കളർ പെൻസിലുകളോ അങ്ങനെ യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല എന്താ പറയുക CD മാർക്കർ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക, പരക്കാത്തത്. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം ബോർഡർ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇറേസർ വെച്ചിട്ട് ബാക്കി പെൻസിലിൻ്റെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് മാച്ച് കൊടുത്തിട്ട് ഇനി കളർ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇങ്ങനെ കളർ ചെയ്യാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഒറ്റയിരിപ്പിനിരുന്ന് എല്ലാം കൂടെ കളർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പകുതി ആയിട്ടാണ് ചെയ്യാറ്. എനിക്ക് ഫ്രീ ടൈം കിട്ടണതിനനുസരിച്ചിട്ട് ആദ്യം വരച്ചു വയ്ക്കും, പിന്നെ കളർ ചെയ്യും, പിറ്റേ ദിവസം അത് വെട്ടും, പിന്നെ ഒട്ടിക്കും. അങ്ങനെ ഘട്ടമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഞാനിതിൽ ഒരെണ്ണം സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകെ പരന്ന് കൊളായി. അതുകൊണ്ട് സ്കെച്ച് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നല്ല വീതിയുള്ള ഇൻസുലേഷൻ ടേപ്പ് ആണെങ്കിൽ നമുക്ക് വലിയ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിതിലൊരു മൂങ്ങേനെ വരച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സ്റ്റിക്കറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് ഇൻസുലേഷൻ ടേപ്പിന് അത്രയും വീതിയും കൂടെ വേണം, വീതിയും നീട്ടമൊക്കെ വേണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വലിയ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ ഇൻസുലേഷൻ തലങ്ങും വിലങ്ങും ഒക്കെ ഒട്ടിച്ചിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കളർ ചെയ്തെടുത്ത എല്ലാ സ്റ്റിക്കേഴ്സും, അതായത് ഓരോ ഇമേജും വെട്ടി എടുക്കണം കേട്ടോ. ഇങ്ങനെ വെട്ടാനായിട്ട് കുഞ്ഞു കത്തിരിക്കയാണ് ഏറ്റവും നല്ലത്. വലുതായി കഴിഞ്ഞാൽ കുഞ്ഞ് എന്താ പറയുക കുനിപ്പും വളവും തിരിവൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ കൂടെ വെട്ടി വരുമ്പോൾ ആകെ കൊളാവും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് സിസേഴ്സ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ എല്ലാ ഇമേജിൻ്റെ പുറത്തോടും പെൻസിൽ വെച്ചിട്ട് ഞാനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് വെട്ടുമ്പോൾ തെറ്റാണ്ടിരിക്കാനാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് ഒരേപോലെ ആ ഒരു വെട്ടൽ വരാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ വെച്ചിട്ടൊരു ബോർഡർ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കൂടെ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. ഈ മൂങ്ങര കരിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാണ് ഏറ്റവും വലിയ സ്റ്റിക്കർ. അങ്ങനെ നമ്മളെല്ലാം നല്ല നീറ്റായിട്ട് ഭംഗിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് ആ ടാസ്ക് പരിപാടി വരുന്നത്, ഇൻസുലേഷനിൽ ഒട്ടിക്കൽ. ഇൻസുലേഷനിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ചുളിവൊന്നും വരാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ആ സ്റ്റിക്കർ കമഴ്ത്തി വെച്ച് ഒട്ടിക്കണം. കണ്ടോ, നമ്മൾ പെയിൻറ്റ് ചെയ്ത അല്ലെങ്കിൽ കളർ ചെയ്ത ആ ഒരു ഭാഗം ഇൻസുലേഷനിൽ കമഴ്ത്തി വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് വൃത്തിക്ക് ഒട്ടിക്കണം കേട്ടോ. ചുളിവുകൾ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകില്ല. പിന്നെ കുഞ്ഞു സ്റ്റിക്കേഴ്സാണ് ഞാൻ ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. വലുത് നമുക്ക് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വിലങ്ങും വെച്ച് ഒട്ടിക്കണം. അതിന് ശേഷം അതിൽ ഓരോ സ്റ്റിക്കേഴ്സിൻ്റെ ഷേപ്പിൽ ഇൻസുലേഷൻ ടേപ്പ് വെട്ടിയെടുക്കണം. കുറച്ച് സ്ഥലം വിടണം കേട്ടോ, കാരണം നമുക്ക് ഒട്ടിക്കണ്ടേ. ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കണം. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കാശ് കൊടുത്തൊന്നും വാങ്ങണ്ട കേട്ടോ. നമുക്കിപ്പോൾ ചിപ്സൊക്കെ വാങ്ങുമ്പോൾ നല്ല കട്ടിയുള്ള ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറുകൾ കിട്ടൂലേ, അത് വെട്ടിയെടുത്തിട്ട് അതിലായാലും ഒട്ടിച്ച് വെച്ചാൽ മതി. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണമെങ്കിൽ ഒരു പേജിൽ പ്ലെയിൻ പേജിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വൃത്തി ഉണ്ടാകും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് ഒട്ടിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു മെനക്കെട്ട പരിപാടിയാണ് നമ്മൾ വെട്ടണത്. അതിൻ്റെ ഇടയ്ക്ക് ഇൻസുലേഷൻ സിസേഴ്സിലൊക്കെ ഇങ്ങനെ ആകെ പറ്റി പിടിച്ച് ഒട്ടിപ്പിടിച്ച് ആകെ കൊളാവും. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായി വെട്ടിയെടുത്ത് ഒട്ടിക്കുന്നുണ്ട്. ഇനി കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ 3 ഷീറ്റ് സ്റ്റിക്കേഴ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
നല്ല രസമായിട്ടുണ്ട്. ഇതിൽ വലുതൊക്കെ ഞാൻ 2 തവണ ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരു കുഴപ്പം ഉണ്ടായിരിക്കില്ല, കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരിക്കും. ചിലതിന് ഇതിലിടയ്ക്ക് ചിലതിന് ചുളിവുകൾ വന്നിട്ടുണ്ട് ഒട്ടിച്ചിട്ട്. അപ്പം അങ്ങനെ ചുളിവ് വരാണ്ട് നല്ല നീറ്റായിട്ട് ഒട്ടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിക്കർ മേക്കിംഗ്. ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ പേജിൽ ഒട്ടിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.